രാജസ്ഥാനിൽ നടക്കുന്ന ഭാരത് ശക്തി പ്രകടനത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് പോയ ശേഷം അതിഥികളിലേക്ക്. आप स्क्रीन पर देख सकते हैं ये है ग्रैड के बाद अब पिनाका अपने प्रलयकारी प्रहार से दुश्मन का विनाश करेगा। अपना ध्यान बाएं ले जाएं, जहां आप 6 पिनाका मल्टी बैरल रॉकेट सिस्टम्स को देख सकते हैं। आत्मनिर्भर भारत पहल के अंतर्गत 175 एमिनेशन कैटेगरीज में से 154 कैटेगरीज को अब स्वदेश में ही निर्मित किया जा रहा है। इसमें पिनाका रॉकेट भी शामिल है। अब आप पिनाका के विध्वंसकारी फायर को किसी भी क्षण दुश्मन के कमांड तथा कंट्रोल हेडक्वार्टर के बचे हुए दस्तों को नेस्तो नाबूद करते हुए देखेंगे। अपना ध्यान बाईं तरफ रखें। पिनाका शब्द पिनाक से लिया गया है। पिनाक भगवान शिव के धनुष का नाम है, जिसे उन्होंने ऋषि परशुराम को धर्म की रक्षा के लिए भेंट किया था, ताकि राक्षसों का विनाश हो सके। यक्ष स्वरूपाय जटाधराय पिनाक हस्ताय सनातनाय दिव्याय देवाय दिगंबराय तस्मै कराय नमो शिवाय। अब आप स्क्रीन पर लाइव आरपीएफ फुटेज के द्वारा इन ग्रैड और पिनाका रॉकेट सिस्टम के प्रहार से दुश्मन के कमांड और कंट्रोल हेडक्वार्टर को बर्बाद होते हुए देख सकते हैं। भारतीय नौसेना स्वदेशीकरण से सशक्तिकरण की ओर अग्रसर है। देश में निर्मित एयरक्राफ्ट कैरियर विक्रांत, विशाखापट्टनम, कोलकाता और दिल्ली क्लास डिस्ट्रॉयर्स, शिवालिक और ब्रह्मपुत्र क्लास ब्रिगेड्स आत्मनिर्भर भारत की तरफ दृढ़ निष्ठा का प्रतीक है। नौसेना के कैरियर टास्क फोर्स, सरफेस एक्शन ग्रुप्स, रेप्लेनिशमेंट ग्रुप्स एवं सबमरीन अपने निर्धारित जगह पर तैनात होकर इंटीग्रल एवं शोर एयर सपोर्ट से സർവൈലൻസ് कर रहे हैं। ഇന്ത്യൻ സൈനിക ശക്തി വിളിച്ചോതുന്ന പ്രകടനമാണ് രാജസ്ഥാനിലെ പൊഖ്രാനിൽ നടക്കുന്നത്. ഭാരത് ശക്തി അഭ്യാസ പ്രകടനം, അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രധാനമന്ത്രി കൂടി ഈ ശക്തി പ്രകടനത്തിൽ, സൈനിക ശക്തി പ്രകടനത്തിൽ പങ്കാളിയാകുന്നുണ്ട്, സാക്ഷിയാകുന്നുണ്ട്. വിവരങ്ങളുമായി ബി ബാലഗോപാലുണ്ട്. ബാലു, ഇന്ത്യയുടെ സൈനിക ശക്തി വിളിച്ചോതുന്ന പ്രകടനങ്ങളാണ് നടക്കുന്നത്. എത്ര സമയമുണ്ടാകും? ഏതൊക്കെ സാങ്കേതിക വിദ്യകൾ, ആണവ റോക്കറ്റുകൾ അടക്കം പ്രകടിപ്പിക്കുന്നുണ്ട്? പ്രതീക്ഷ 50 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സൈനിക പ്രകടനങ്ങളാണ് ഇപ്പോൾ പൊഖ്രാനിൽ നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പൊ അല്പസമയം മുമ്പ് ഈ സൈനിക, അതായത് ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടെ മറ്റും ഈ പ്രകടനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായാണ് ഇന്ത്യയുടെ 3 സൈനിക വിഭാഗങ്ങളുടെയും സംയുക്തമായ ഒരു അഭ്യാസ പ്രകടനം നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചടങ്ങ് വീക്ഷിക്കുന്നതിനായി പൊഖ്രാനിൽ എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള പ്രധാനമന്ത്രിയുടെ അവസാന പ്രതിരോധ പരിപാടി എന്ന പ്രത്യേകതയും ഈ പൊഖ്രാനിൽ നടത്തുന്ന ഈ പരിപാടിക്കുണ്ട്. ഇന്ത്യയിലെ തദ്ദേശീയമായി വികസിപ്പിച്ച ഈ ആയുധങ്ങൾ കൊണ്ട് ഏത് വെല്ലുവിളി നേരിടുന്നതിന് സജ്ജമാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പ്രകടനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. T-90 ടാങ്കുകൾ, ധനുഷ്, സാരംഗ് ഗൺ സിസ്റ്റംസ്, അതുപോലെ തന്നെ
ആകാശ് മിസൈലുകൾ, ഡ്രോണുകൾ, റോബോട്ടിക് മ്യൂൾസ് എന്നിവ ഈ അഭ്യാസ പ്രകടനത്തിന്റെ ഭാഗമായി കരസേനയുടെ പക്കലുള്ള പിനാക്ക മൾട്ടി ബാറ്റൽ ലോഞ്ചറുകൾ ഉൾപ്പെടെ അതിന്റെ അഭ്യാസ പ്രകടനങ്ങളും അതുപയോഗിച്ചുള്ള അഭ്യാസ പ്രകടനങ്ങളും ഈ ചടങ്ങുകളുടെ ഭാഗമായി നടക്കുന്നുണ്ട്. വ്യോമസേനയുടെ ഭാഗമായുള്ള തേജസ് വിമാനങ്ങൾ, അതുപോലെ തന്നെ ഈ തദ്ദേശീയമായി വികസിപ്പിച്ച ജേതക് ഹെലികോപ്റ്ററുകൾ എന്നിവയും ഈ ചടങ്ങിൽ ഈ അഭ്യാസ പ്രകടനത്തിൽ അവരുടെ അഭ്യാസ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കിപ്പോൾ കാണാം, ഇപ്പോൾ ഈ ഹെലികോപ്റ്റർ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെലികോപ്റ്ററുകളിലൂടെയുള്ള അഭ്യാസ പ്രകടനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചടങ്ങ് വീക്ഷിക്കുന്നതിനായിട്ട് ഉണ്ട്. അദ്ദേഹം ഈ അഭ്യാസ പ്രകടനങ്ങൾക്ക് ശേഷം ഇവിടുത്തെ ഈ ചടങ്ങുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും. പ്രതീക്ഷ. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്ത്യയുടെ സൈനിക ശക്തി വിളിച്ചോതുന്ന ശക്തി പ്രകടനമാണ് കാണുന്നത്. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങ് കൂടിയാണ്. പൊഖ്രാനിലാണ് ഈ സൈനിക അഭ്യാസം പുരോഗമിക്കുന്നത്.